തായ്വാനെ ഒറ്റയടിക്ക് വിഴുങ്ങാമെന്ന വ്യാമോഹവുമായി വരുന്ന ചൈനീസ് സൈന്യത്തിന് ഇനി ജീവനോടെ മടങ്ങാനാകില്ല. വലിപ്പം കുറവാണെങ്കിലും ബുദ്ധിയിലും സാങ്കേതിക വിദ്യയിലും ചൈനയേക്കാൾ 10 മടങ്ങ് മുന്നിലാണ് തായ്വാൻ എന്ന് തെളിയിക്കുന്ന ആ ഭയാനകമായ യുദ്ധതന്ത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹെൽസ്കേപ്പ് അഥവാ നരകക്കളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മരണക്കിണിയിൽ ഡ്രാഗന്റെ നട്ടലൊടിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് ഈ ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി? നോക്കാം. ചൈനീസ് സൈന്യം കടൽ കടന്നു വരുമ്പോൾ അവരെ നേരിടാൻ മനുഷ്യർക്ക് പകരം ലക്ഷക്കണക്കിന് ഡ്രോണുകളെയും റോബോട്ടുകളെയും ഇറക്കിവിടുന്ന അത്യാധുനിക പ്രതിരോധ തന്ത്രമാണിത്. മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധം 4 ഘട്ടങ്ങളുള്ള മരണക്കെണിയാണ് തായ്വാൻ കടലിടുക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തീരത്ത് നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ദീർഘദൂര ഡ്രോണുകളും ആളില്ലാ കപ്പലുകളും ചൈനീസ് പടക്കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങും. വില കുറഞ്ഞ ഈ ഡ്രോണുകളെ തകർക്കാൻ ചൈന തങ്ങളുടെ വിലപിടിപ്പുള്ള മിസൈലുകൾ പ്രയോഗിക്കാൻ നിർബന്ധിതരാകും. അവിടെ വെച്ച് തന്നെ ചൈനയുടെ ആയുധശേഖരം പകുതിയും തീരും. രണ്ടാം ഘട്ടത്തിൽ സ്മാർട്ട് കടൽ മൈനുകളും അണ്ടർ വാട്ടർ ഡ്രോണുകളും ഉപയോഗിച്ച് ചൈനീസ് കപ്പലുകളുടെ വഴി മുടക്കും. ഇതോടെ ചൈനീസ് സൈന്യം കടലിൽ കൂട്ടത്തോടെ കുടുങ്ങും. മൂന്നാം ഘട്ടത്തിൽ തീരത്തോട് അടുക്കാൻ ശ്രമിക്കുന്ന ബാക്കിയുള്ള കപ്പലുകളെയും ബോട്ടുകളെയും ഹ്രസ്വദൂര ഡ്രോണുകൾ വന്ന് ആക്രമിക്കും. ഇനി ഇതെല്ലാം കടന്ന് ഏതെങ്കിലും ചൈനീസ് പട്ടാളക്കാരൻ തായ്വാന്റെ തീരത്ത് കാലുകുത്തിയാൽ അവരെ നേരിടാൻ 4ാം ഘട്ടമായി അത്യാധുനിക ചെറുകിട ഡ്രോണുകളും ബീച്ച് പ്രതിരോധ സംവിധാനങ്ങളും കാത്തിരിപ്പുണ്ടാകും. ഒരു ഉറുമ്പിന് പോലും ജീവനോടെ ഈ 4 കെണികളും കടക്കാൻ കഴിയില്ല എന്ന് സാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തായ്വാൻ അതിർത്തിയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളെയും പടക്കപ്പലുകളുടെയും വിന്യാസം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് തായ്വാൻ ഈ മാസ്റ്റർ പ്ലാൻ വേഗത്തിലാക്കിയത്. 2030 ആകുമ്പോഴേക്കും പ്രതിമാസം 1 ലക്ഷം പ്രതിരോധ ഡ്രോണുകൾ ഉത്പാദിപ്പിക്കാനാണ് തായ്വാൻ ലക്ഷ്യമിടുന്നത്. ഇതോടെ ചൈനയുടെ ഏത് വലിയ സൈനിക നീക്കവും ഈ ഡ്രോൺ പടയ്ക്ക് മുന്നിൽ പൂർണ്ണമായും തകർന്നടിയും. US ഇൻഡോ പസഫിക് കമാൻഡ് മേധാവി അഡ്മിറൽ സാമുവൽ പാപ്പാരോ മുന്നോട്ട് വെച്ച ഈ അസിമെട്രിക് ഡിഫൻസ് ആശയമാണ് അമേരിക്കൻ ബുദ്ധിയിൽ തായ്വാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. വമ്പൻ സൈന്യത്തെ നേരിടാൻ ചെറിയ സാങ്കേതിക ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഈ തന്ത്രം ശത്രുവിനെ അക്ഷരാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കും. തായ്വാൻ സൈന്യത്തിന് മുൻകൈ നേടാനും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് സഹായം എത്തിക്കാനും ഇതിലൂടെ ധാരാളം സമയം ലഭിക്കും. സൈനിക ബലം കാണിച്ച് ലോകത്തെ ഭയപ്പെടുത്താമെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വിചാരം. എന്നാൽ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ചാവേറുകളായി വരുന്ന ആ ഭയാനകമായ കടലിടുക്ക് ചൈനീസ് പട്ടാളത്തിന്റെ ഏറ്റവും വലിയ ശവപ്പറമ്പായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡ്രാഗനെ തളയ്ക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞൻ തായ്വാന്റെ ഈ അത്യാധുനിക പ്രതിരോധത്തിന് മുന്നിൽ അധിനിവേശ ശക്തിയായ ചൈനയ്ക്ക് മുട്ടുകുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്